ഹായ് മക്കളെ, എല്ലാവർക്കും പരിസര പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാമത്തെ ചാപ്റ്ററായിട്ടുള്ള പല രൂപത്തിൽ നമുക്ക് ചുറ്റുമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, എന്താ ഇവിടെ തന്നിട്ടുള്ളത്? അനു ചിത്രം വരയ്ക്കാൻ മിടുക്കിയാണ്. വിവിധ വസ്തുക്കളുടെ ചിത്രം വരയ്ക്കാൻ അനുവിനോട് ആവശ്യപ്പെടുകയാണ് നലിൻ. ഓക്കെ, കല്ല്, മിഠായി, വെളിച്ചെണ്ണ, തേൻ, കസേര, വെള്ളം ഇവയെല്ലാം വരയ്ക്കണേ അല്ലേ? അനുവിനോട് നലിൻ പറയുകയാണല്ലേ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി പറയാണ്. നലിൻ പറയുന്ന വസ്തുക്കൾ നിങ്ങളും ഒന്ന് വരച്ചു നോക്കൂ. അതിൽ ഏതെല്ലാം വസ്തുക്കളാണ് നിങ്ങൾക്ക് കൃത്യമായി വരയ്ക്കാൻ സാധിച്ചത്? ഏതൊക്കെ വസ്തുക്കളായിരുന്നു കൃത്യമായിട്ട് വരയ്ക്കാൻ സാധിച്ചത്? കല്ല്, മിഠായി, അതുപോലെ കസേര. ഏതെല്ലാം വസ്തുക്കളെയാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കാത്തത്? ഏതൊക്കെ വസ്തുക്കളായിരുന്നു? വെളിച്ചെണ്ണ, തേന്, വെള്ളം ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ? ഒന്നാമത്തെ കൂട്ടത്തിലെ വസ്തുക്കളെ വരയ്ക്കാൻ സാധിച്ചതിന് കാരണം എന്തായിരിക്കാം? നമ്മൾ ഏതൊക്കെയായിരുന്നു വരച്ചിരുന്നത്? മിഠായി, കല്ല്, അതുപോലെ കസേര അല്ലേ? ഇതിനെന്താണ്? ഒരു നിശ്ചിത ആകൃതി ഉണ്ടല്ലേ? മിഠായിക്കായാലും കല്ലിനായാലും അതുപോലെ കസേരയ്ക്കായാലും എന്താണ്? ഒരു ഷേപ്പ്, ആകൃതി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു രൂപത്തിൽ വരയ്ക്കാനായിട്ട് പറ്റുന്നത് അല്ലേ? നമുക്ക് ചുറ്റും പലതരത്തിലുള്ള വസ്തുക്കൾ കാണപ്പെടുന്നുണ്ടല്ലോ. അവയെല്ലാം ഒരേ ആകൃതിയിലാണോ കാണപ്പെടുന്നത്? അല്ല അല്ലേ, ഓരോ വസ്തുക്കളും ഓരോ ആകൃതിയിലാണല്ലേ. അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ബോള്, ബുക്ക്, ബോക്സ്, ഇതൊക്കെ എന്താണ്? ഓരോന്നും ഓരോ ആകൃതിയിലാണല്ലേ ഇരിക്കുന്നത്. ഓരോന്നിനും ഓരോ ഷേപ്പ് ഉണ്ട്. നിശ്ചിത ആകൃതിയിലുള്ള വസ്തുക്കളെ ഖരവസ്തുക്കൾ എന്ന് വിളിക്കാം. എന്താണ് ഖരവസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിശ്ചിത ആകൃതിയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഖരവസ്തുക്കൾ എന്ന് വിളിക്കുന്നത്. അതിൽ നെലിൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഏതൊക്കെയാണ്? മിഠായി, കല്ല്, കസേര, ഇതൊക്കെ എന്താണ്? ഖരവസ്തുക്കളാണല്ലേ. അതിനൊക്കെ എന്താണ്? ഒരു നിശ്ചിത ആകൃതി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കത് വരയ്ക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നോക്കൂ, നെക്സ്റ്റ് എന്താണ്? ഭാരം. ഒരു ചെറിയ ചുടുകട്ടയും വലിയ ചുടുകട്ടയും ഉയർത്തി നോക്കൂ. ഏത് കട്ട ഉയർത്താനാണ് കൂടുതൽ പ്രയാസം അനുഭവപ്പെട്ടത്? കാരണം എന്ത്? ചെറിയ ചുടുകട്ടയുണ്ട്, വലിയ ചുടുകട്ടയുണ്ടല്ലേ. അത് ഉയർത്തുമ്പോൾ ഏതിനാണ് നമുക്ക് ഉയർത്താൻ പ്രയാസം തോന്നുക? വലിയ ചുടുകട്ട ഉയർത്തുമ്പോഴാണല്ലേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതിന് ഭാരം ഉണ്ടല്ലേ. വലുതാവുമ്പോൾ ഭാരം കൂടും, ചെറുതാവുമ്പോൾ ഭാരം കുറയും. അതുകൊണ്ടാണ് നമുക്ക് വലുത് ഉയർത്താനായിട്ട് പ്രയാസം തോന്നുന്നത്. എല്ലാ വസ്തുക്കൾക്കും ഒരേ ഭാരമാണോ? അല്ലല്ലേ, ഓരോ വസ്തുക്കൾക്കും അതിൻ്റെ ഓരോ ഭാരമാണ് ഉണ്ടാവുക. വ്യത്യസ്ത ഖരവസ്തുക്കളുടെ ഭാരം സ്കൂളിലെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് പരിശോധിക്കൂ. അപ്പോൾ എന്താണ്? സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കുറച്ച് വസ്തുക്കളൊക്കെ ഒന്ന് ഭാരം അളന്ന് നോക്കുക. എന്നിട്ട് ഓരോ വസ്തുക്കളുടെയും ഭാരം സെയിം ആണോ, ഓരോന്നിനൊക്കെ എന്തൊക്കെ അളവുകളാണ് വരുന്നത് എന്നുള്ളത് കണ്ടെത്താനാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ഇരിക്കാനൊരിടം. ഒരു ഗ്ലാസ് ടംബർ നിറയെ വെള്ളമെടുത്ത് അതിലേക്ക് കയറിൽ കെട്ടിയ ഒരു കല്ല് സാവധാനം ഇറക്കി നോക്കൂ. എന്താണ് നിരീക്ഷിച്ചത്? എന്താകും കാരണം? ഒരു ഗ്ലാസ് ടംബർ നിറയെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു കയറിൽ കെട്ടിയൊരു കല്ല് സാവധാനം ഇറക്കി നോക്കും. എന്നാണ്? വെള്ളം പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നത് കാണൂലേ. അതെന്തായിരിക്കും അതിന് കാരണം? ഈ കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണല്ലേ. ഈ ഗ്ലാസ് ടംബറിൽ എന്നാൽ നിറയെ വെള്ളമാണ്. അപ്പോൾ കല്ലിന് അവിടെ ഇരിക്കാൻ സ്ഥലമല്ല. അപ്പോൾ ഈ കല്ല് അങ്ങോട്ട് ഗ്ലാസ് ടംബറിലേക്ക് ചെല്ലുമ്പോൾ അതിനിരിക്കാനുള്ള സ്ഥലത്തിലുള്ള വെള്ളമാണ് പുറത്തേക്ക് കവിഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചുകൂടി വലിയൊരു കല്ല് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുമ്പോഴോ വലിയ കല്ലിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ള സ്ഥലത്തുള്ള വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ എന്താണ്? വലിയ കല്ല് നിൽക്കാൻ ആവശ്യമുള്ള സ്ഥലത്തിന് ആവശ്യമുള്ള അത്ര വെള്ളം കൂടെ പുറത്തേക്ക് പോകും. എന്ത് വ്യത്യാസമാണ് കാണുന്നത്? വെള്ളം പുറത്തേക്ക് പോകുന്നതിൻ്റെ അളവിലെ കല്ലിൻ്റെ അളവിനനുസരിച്ച് വ്യത്യാസമുണ്ട്. കാരണം എന്തായിരിക്കും? അപ്പോൾ എന്താണ്? ഖരവസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. കൂടുതൽ വലിപ്പമുള്ള വസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ കൂടുതൽ സ്ഥലം ആവശ്യമാണ്. അതാണ് കാരണം അല്ലേ. ആദ്യം നമ്മൾ ചെറിയ കല്ല് ഇറക്കി നോക്കിയപ്പോൾ കുറച്ച് വെള്ളമേ പുറത്ത് പോയിട്ടുള്ളൂ. പിന്നെ രണ്ടാമത് നമ്മൾ വലിയ കല്ലാണ് കെട്ടി ഇറക്കിയതെങ്കിൽ എന്താണ്? ഒരുപാട് വെള്ളമാണ് പോയത് അല്ലേ. ആദ്യം പോയതിനേക്കാൾ കുറച്ചും കൂടി വെള്ളം പോയി. എന്താണ്? ആ കല്ലിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ എന്താണ് നമുക്ക് മനസ്സിലായത്? ഖരവസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. കൂടുതൽ വലിപ്പമുള്ള വസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ കൂടുതൽ സ്ഥലം ആവശ്യമാണ്. ഇതാണല്ലേ നമ്മൾ ഈ എക്സ്പെരിമെന്റിലൂടെ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കൂ.
ഖരവസ്തുക്കളുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ഖരവസ്തുക്കളുടെ പൊതു സ്വഭാവങ്ങൾ ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്. എന്താണ്? കൃത്യമായ ആകൃതിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയില്ലേ? പിന്നെ ഇനി എന്തൊക്കെ എഴുതി കൊടുക്കാനായിട്ട് നമുക്കും പറ്റും? അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ? ഖരവസ്തുക്കൾക്ക് എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. പിന്നെ എന്താ എഴുതി കൊടുക്കാം? ഖരവസ്തുക്കൾക്ക് ഭാരമുണ്ട്. ഓക്കെ. ഇനി വെള്ളത്തിൻ്റെ ആകൃതി. വെള്ളത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ചുവടെ കാണുന്ന ആകൃതിയുള്ള പാത്രങ്ങളിൽ വെള്ളം നിറച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് വെള്ളം വരയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല അല്ലേ? അത് എന്താണ്? വെള്ളം, അതുപോലെ തേന്, വെളിച്ചെണ്ണ, ഇതൊന്നും നമുക്ക് വരയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ചുവടെ ഒരു പാത്രം തന്നിട്ടുണ്ട്. അതിൽ വെള്ളം നിറയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. 4 രൂപത്തിലുള്ള ആകൃതിയിലുള്ള പാത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓരോ പാത്രങ്ങളിലെയും വെള്ളത്തിൻ്റെ ആകൃതി നിരീക്ഷിക്കൂ. ആ പാത്രത്തിൻ്റെ അതേ ഷേപ്പിലാണ് ആ വെള്ളം ഇരിക്കുന്നത് അല്ലേ? ഇവിടെ 4 പാത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ പാത്രങ്ങളുടെ ആകൃതിക്ക് അനുസരിച്ചാണ് ആ വെള്ളത്തിൻ്റെ ആകൃതിയും നിൽക്കുന്നത്. വെള്ളത്തിൻ്റെ ആകൃതിയെക്കുറിച്ച് നിങ്ങളുടെ നിഗമനം എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അതെന്താണ്? അത് ഏത് പാത്രത്തിലാണോ ഇരിക്കുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതിയാണ് അത് ഉൾക്കൊള്ളുന്നത്. ഓക്കെ. വെള്ളത്തിന് നിശ്ചിത ആകൃതിയില്ല, അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. ഇതാണല്ലേ നമ്മളിപ്പോൾ ആ 4 പാത്രത്തിലും വെള്ളം ഒഴിച്ചു വയ്ക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ ആകൃതിക്ക് അനുസരിച്ചാണ് ആ വെള്ളം നിൽക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? വെള്ളത്തിന് നിശ്ചിത ആകൃതിയില്ല, അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി അത് സ്വീകരിക്കുന്നു. ഇനി വെള്ളത്തിൻ്റെ ഭാരം. നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൻ്റെ ഭാരം വെള്ളം നിറയ്ക്കുന്നതിന് മുൻപും വെള്ളം നിറച്ചതിന് ശേഷവും സ്കൂളിലെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് പരിശോധിക്കൂ. അപ്പം എന്ത് ചെയ്യാം? നിങ്ങളുടെ അടുത്തൊക്കെ എന്തുണ്ട്? വാട്ടർ ബോട്ടിലുണ്ട് അല്ലേ? അത് ആദ്യം വെള്ളം നിറയ്ക്കാതെയുള്ള ഭാരവും പിന്നീട് വെള്ളം നിറച്ചിട്ടുള്ള ഭാരവും എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് മെഷർ ചെയ്തിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. 2 ഭാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം എന്താകും? അപ്പോൾ വെള്ളം നിറയ്ക്കാത്ത വാട്ടർ ബോട്ടിലും വെള്ളം നിറച്ച വാട്ടർ ബോട്ടിലിൻ്റെയും ഭാരം നോക്കുമ്പോൾ ഏതിനായിരിക്കും ഭാരം കൂടുതൽ? വെള്ളം നിറച്ചതിനായിരിക്കും അല്ലേ? എന്തായിരിക്കും അതിന് കാരണം? വെള്ളത്തിന് ഭാരമുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കൂ. വെള്ളത്തിൻ്റെ ശക്തി. ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ടോ? ഒഴുകുന്ന വെള്ളത്തിന് എന്താണ്? ശക്തിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വായ്വട്ടമുള്ള ഒരു പാത്രത്തിൻ്റെ അടപ്പിൽ 6 ഐസ്ക്രീം സ്പൂൺ ഉറപ്പിച്ച് ഒരു ചക്രം നിർമ്മിക്കൂ. എന്താണ് ചെയ്യേണ്ടത്? വായ്വട്ടമുള്ള ഒരു പാത്രത്തിൻ്റെ അടപ്പിൽ 6 ഐസ്ക്രീം സ്പൂൺ ഉറപ്പിച്ചൊരു ചക്രം നിർമ്മിക്കാനാണ്. ചിത്രത്തിൽ നോക്കൂ, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഈ ചക്രം ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ക്രമീകരിക്കൂ. പൈപ്പിൽ നിന്നും വീഴുന്ന വെള്ളത്തിന് നേരെ വയ്ക്കും. നമ്മൾ അതുപോലെ സ്പൂണൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? പൈപ്പിന് താഴെ വെള്ളം വീഴുന്ന സ്ഥലത്ത് അത് വയ്ക്കുക. എന്താണ് നിരീക്ഷിച്ചത്? ചക്രത്തെ കറക്കിയത് ഏത് ശക്തിയാണ്? എന്താണ് നിരീക്ഷിച്ചത്? നമ്മൾ ഈ ഉണ്ടാക്കിയ ചക്രം എന്ത് ചെയ്യുക? ഈ ടാപ്പ് തുറന്ന് അതിന് ചുവട്ടിൽ വെക്കുമ്പോൾ ഈ സ്പൂണിലേക്ക് വെള്ളം ഇങ്ങനെ വീഴും. അപ്പോൾ ഇതെന്താണ്? ശക്തിയായിട്ട് കറങ്ങാനായിട്ട് തുടങ്ങും. ചക്രത്തെ കറക്കിയത് ഏത് ശക്തിയാണ്? ആ വെള്ളമാണല്ലേ? ഒഴുകുന്ന വെള്ളത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. ആ വെള്ളം ഇങ്ങനെ പൈപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ജലചക്രത്തിലേക്ക് വീഴുമ്പോൾ എന്ത് ചെയ്യാണ്? അതിങ്ങനെ കറങ്ങുന്നുണ്ടല്ലേ? അതാണ് ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ട്. ഇനി നോക്കൂ നെക്സ്റ്റ്. വെള്ളം ഏത് അവസ്ഥയിൽ കാണപ്പെടുന്നു? വെള്ളത്തിൻ്റെ അവസ്ഥയെ നമ്മൾ എന്താ പറയുന്നത്? ദ്രാവകം എന്നാ പറയുന്നത്. എന്താണ് ദ്രാവകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ആകൃതിയില്ലാത്തതും ഒഴുകി നടക്കുന്നതുമായ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്രാവകങ്ങൾ എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ കാണപ്പെടുന്ന മറ്റു വസ്തുക്കളുടെ പേരെഴുതൂ. അപ്പം എന്താണ്? ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മറ്റു വസ്തുക്കളുടെ പേരെഴുതാനാണ് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ടല്ലോ 2 വെളിച്ചെണ്ണ, മണ്ണെണ്ണ. ഇനി നമുക്ക് ഏതൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും? ജലം, പാല്, ജ്യൂസ്. ഇതൊക്കെ എന്താണ്? വെള്ളത്തിൻ്റെ അതേ അവസ്ഥയിൽ കാണപ്പെടുന്ന മറ്റു വസ്തുക്കളാണല്ലേ? കൃത്യമായ ആകൃതിയില്ലാത്തതും ഒഴുകുന്നതുമായ വസ്തുക്കളാണ് ദ്രാവകങ്ങൾ. വെള്ളം, എണ്ണ തുടങ്ങിയവ ദ്രാവകങ്ങളാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ദ്രാവകാവസ്ഥയിൽ കാണുന്ന വസ്തുക്കളുടെ പേര് പഠിച്ചു. എന്തൊക്കെയാണ്? വെളിച്ചെണ്ണ, മണ്ണെണ്ണ, ജലം, പാല്, ജ്യൂസ്, എണ്ണ തുടങ്ങിയതൊക്കെ എന്താണ്? ദ്രാവകങ്ങളാണ്. നോക്കൂ നെക്സ്റ്റ്. ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ദ്രാവകങ്ങൾ കണ്ടെത്തി അടയാളപ്പെടുത്തുക.
നോക്കൂ ഏതൊക്കെയുണ്ട്. ഇതാ ഇവിടെ വെള്ളമുണ്ട്, പിന്നെയോ പെട്രോൾ, വെളിച്ചെണ്ണ, മണ്ണെണ്ണ, തേൻ, പാൽ. ഇതൊക്കെ എന്താണ്? ദ്രാവകങ്ങളാണല്ലേ. അതൊക്കെ ഈ കളിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ദ്രാവകങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഉൾപ്പെടുത്തി പദസൂര്യൻ പൂർത്തിയാക്കുക. ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ദ്രാവകത്തിന് എന്താണ്? നിശ്ചിത ആകൃതിയില്ല. പിന്നെന്തൊക്കെയാണ്? നിശ്ചിത ഭാരം ഉണ്ട്. പിന്നെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഒഴുകുന്ന വസ്തുക്കൾ അല്ലേ? ഒഴുകുന്ന വസ്തുക്കളാണ് എന്ത്? ദ്രാവകങ്ങളല്ലേ. ഇനി നോക്കൂ നെക്സ്റ്റ്, കളിപ്പങ്കയും കാറ്റും. ചിത്രകഥ വായിക്കൂ. അനുവും കുടുംബവും ഉത്സവം കണ്ട് ബസ്സിൽ മടങ്ങുകയാണ്. അനുജന്റെ കയ്യിൽ ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിയ ഒരു കളിപ്പങ്കയുണ്ട്. ബസ് ഓടിത്തുടങ്ങിയപ്പോൾ കളിപ്പങ്ക കറങ്ങാൻ തുടങ്ങി. ഹായ് ചേച്ചി, നോക്ക്, എൻ്റെ കളിപ്പങ്ക കറങ്ങുന്നു. അടുത്ത ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ കളിപ്പങ്കയുടെ കറക്കം നിന്നു. അനുജൻ കരയാൻ തുടങ്ങി. എൻ്റെ കളിപ്പങ്ക കറങ്ങുന്നില്ല, എൻ്റെ കളിപ്പങ്ക കറങ്ങണം. അവൻ കരച്ചിൽ തുടർന്നപ്പോൾ അമ്മ കളിപ്പങ്കയിലേക്ക് ഊതി അതിനെ കറക്കി. ബസ് ഓടിത്തുടങ്ങിയപ്പോൾ വീണ്ടും കളിപ്പങ്ക കറങ്ങിത്തുടങ്ങി. അവന് സന്തോഷമായി. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ? ബസ് നിർത്തിയ സമയത്ത് കളിപ്പങ്ക കറങ്ങാതിരുന്നത് എന്തുകൊണ്ടാകാം? അപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നന്നായിട്ട് കാറ്റടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ കാറ്റടിക്കുന്നത് കൊണ്ടാണ് ആ കളിപ്പങ്ക ഇങ്ങനെ കറങ്ങുന്നത് അല്ലേ. കളിപ്പങ്ക കറങ്ങുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണെന്ന് നമുക്ക് നോക്കാം. കളിപ്പങ്ക പിടിച്ചു ഓടുമ്പോൾ അല്ലേ, നമ്മൾ ഓടുമ്പോൾ എന്താണ്? ആ കാറ്റുണ്ടാവുമ്പോൾ എന്താണ്? കളിപ്പങ്ക ഇങ്ങനെ കറങ്ങൂലേ. ഇനി വേറെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കളിപ്പങ്ക കറങ്ങുന്നത്? കാറ്റിൻ്റെ നേരെ ഫാനിൻ്റെ മുന്നിലോ നന്നായിട്ട് കാറ്റടിക്കുന്ന സമയത്ത് ഇങ്ങനെ വെച്ചാലൊക്കെ എന്താണ്? കളിപ്പങ്ക നന്നായിട്ട് കറങ്ങും. പിന്നെയോ കളിപ്പങ്കയിലേക്ക് ഊതുമ്പോൾ അല്ലേ, നമ്മൾ ഊതുമ്പോൾ കാറ്റ് വരൂലേ, അങ്ങനെ ചെയ്താൽ എന്താണ്? കളിപ്പങ്ക കറങ്ങും. മുകളിലെ സന്ദർഭങ്ങളിലെല്ലാം കളിപ്പങ്കയെ കറങ്ങാൻ സഹായിച്ചത് എന്താണ്? കാറ്റാണല്ലേ. ബസ്സിൽ പോയപ്പോഴെന്താണ്? കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്? കളിപ്പങ്ക പിടിച്ച് ഓടുമ്പോഴും കാറ്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതെന്താണ്? നമ്മൾ ഊതുമ്പോൾ അല്ലേ, ഊതുമ്പോഴും കാറ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? കളിപ്പങ്കയെ കറങ്ങാൻ സഹായിച്ചത് ആരാണ്? കാറ്റാണ് അല്ലേ. കാറ്റുണ്ടെന്ന് നാം തിരിച്ചറിയുന്നത് എങ്ങനെയെല്ലാമാണ്? കാറ്റുണ്ടെന്ന് നാം തിരിച്ചറിയുന്നത് എങ്ങനെയെല്ലാമാണ്? ഇലകൾ ചലിക്കുന്നു, പട്ടം പറക്കുന്നു. ഇനി വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതി കൊടുക്കാനായിട്ട് പറ്റും? അപ്പൂപ്പൻ താടി പറന്നു പോകുന്നത് അല്ലേ. അപ്പൂപ്പൻ താടി ഇങ്ങനെ മുകളിലേക്കും താഴേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടിട്ടില്ലേ. പിന്നെയോ ബലൂൺ പറക്കുന്നത് അല്ലേ. നമ്മൾ ബലൂണ് വീർപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? പറന്നു പോവില്ലേ. ഇനി ഒരു പേപ്പർ എടുത്ത് വീശി നോക്കൂ, നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? ഒരു കാറ്റ് വരൂലേ. നമ്മളൊരു പേപ്പർ എടുത്ത് ഇങ്ങനെ വീശി നോക്കുമ്പോൾ എന്താണ്? നമുക്കൊരു കാറ്റ് കിട്ടുന്നുണ്ടല്ലേ. കാറ്റുണ്ടാകാൻ നമ്മൾ എന്താണ് ചെയ്തത്? നമുക്ക് ചുറ്റുമുള്ള വായുവിനെ ചലിപ്പിച്ചു. നമ്മുടെ മുന്നിൽ വായു ഉണ്ടല്ലേ, നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. നമ്മുടെ മുന്നിലൊക്കെ എന്തുണ്ട്? വായുണ്ട്. ആ വായു നമ്മൾ പേപ്പർ വീശിയപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാറ്റ് കിട്ടിയത്? നമ്മുടെ മുന്നിൽ വായു ഉണ്ടല്ലേ. ഈ പേപ്പർ വീശുമ്പോൾ മുന്നിലേക്കും ബാക്കിലേക്കും ആയിട്ട് ഇങ്ങനെ നമ്മൾ ഈ പേപ്പർ ചലിപ്പിക്കുകയാണല്ലേ. അപ്പോൾ അതോടൊപ്പം എന്താണ്? വായു ചലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കാറ്റ് ലഭിക്കുന്നത്. ഓക്കെ, എന്താണ് കാറ്റ്? എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എന്താണ് കാറ്റ് എന്ന് പറഞ്ഞാൽ? ചലിക്കുന്ന വായുവാണ് കാറ്റ്. ഓക്കെ, ഇനി നമുക്കൊരു കളിപ്പങ്ക നിർമ്മിച്ചാലോ? നമുക്കൊരു കളിപ്പങ്ക നിർമ്മിക്കാനുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്തൊക്കെയാണ്? 15 സെൻറ്റിമീറ്റർ നീളമുള്ള 2 തെങ്ങോല കഷ്ണങ്ങൾ, ഈർക്കിൾ, കത്രിക എന്നിവയാണ് ആവശ്യമുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക? ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ ഘട്ടങ്ങൾ നിരീക്ഷിച്ച് കളിപ്പങ്ക നിർമ്മിക്കാം. നിങ്ങൾ ഇതിലേക്ക് ഊതി നോക്കൂ. ഊതി നോക്കുമ്പോൾ എന്താണ്? അത് കറങ്ങൂലേ. ഉണ്ടാക്കിയ ഈ കളിപ്പങ്ക ഉണ്ടല്ലോ, നമ്മളിപ്പോൾ തെങ്ങോല വെച്ചിട്ട് ഇതിൽ പറഞ്ഞ രൂപത്തിലൊരു കളിപ്പങ്ക ഉണ്ടാക്കി. എന്നിട്ട് അതിലേക്ക് ഊതി നോക്കുമ്പോൾ അത് കറങ്ങുന്നുണ്ട് അല്ലേ. ഇനി ആ കളിപ്പങ്ക കയ്യിൽ വെച്ച് പിടിച്ചിട്ട് ഓടുക. എന്താണ് സംഭവിക്കുന്നത്? നിരീക്ഷണം എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എന്താണ്? കളിപ്പങ്ക നന്നായിട്ട് കറങ്ങൂലേ. നെക്സ്റ്റ്, വായു എപ്പോഴും ചലിക്കുന്നുണ്ടോ? ക്ലാസ്സിലെ ഫാൻ കറങ്ങുമ്പോൾ വായുവിൻ്റെ ചലനം നമുക്ക് അനുഭവപ്പെടുന്നില്ലേ? എങ്ങനെയാണ് ഫാൻ കറങ്ങുമ്പോൾ വായുവിൻ്റെ ചലനം നമുക്ക് അറിയപ്പെടുന്നത്? നമുക്ക് കാറ്റ് കിട്ടുന്നുണ്ട് അല്ലേ. ഫാൻ നിർത്തി നോക്കൂ, ഇപ്പോൾ വായു ചലിക്കുന്നുണ്ടോ? ഫാൻ നിർത്തിയപ്പോൾ വായുവിൻ്റെ ചലനത്തിന് എന്ത് സംഭവിച്ചു? ചിത്രം നിരീക്ഷിക്കൂ. എന്താണ് കുട്ടി പറയുന്നത്? ഹായ്, നല്ല മണം അല്ലേ.
മണം എങ്ങനെയാണ് കുട്ടിയുടെ മൂക്കിലെത്തിയത്? എങ്ങനെയാണ് കുട്ടിയുടെ മൂക്കിലെത്തിയ? വായുവിലൂടെ സഞ്ചരിച്ചാണ് കുട്ടിയുടെ മൂക്കിലേക്ക് ആ മണം എത്തിയത്. മേശപ്പുറത്ത് ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കൂ. അല്ലെങ്കിൽ ക്ലാസിൻ്റെ ഒരു മൂലയിൽ ഏതാനും പൂക്കളോ പുൽത്തൈലത്തിൽ മുക്കിയ ഒരു പഞ്ഞി കഷ്ണമോ വെച്ച് നോക്കാം. എന്ത് അനുഭവപ്പെടുന്നു? ഇവയുടെ മണം ക്ലാസ്സിൽ മുഴുവൻ വ്യാപിച്ചത് എങ്ങനെയാകും? ഇപ്പോൾ ഒരു ചന്ദനത്തിരിയാവട്ടെ, മുല്ലപ്പൂവാവട്ടെ, പുൽത്തൈലമാവട്ടെ, ഇതിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടാവില്ലേ? ആ മണം എന്ത് ചെയ്യാണ്? ആ വായുവിലേക്ക് പടർന്നിട്ട് ആ വായുവിലൂടെയാണ് നമ്മുടെ മൂക്കിലേക്ക് ആ മണം വരുന്നത്. അത് നമുക്ക് എന്താണ്, വായു ചലിക്കുന്നില്ലെങ്കിലും വായു പതിയെ ചലിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ആ ചലനത്തിലൂടെയാണ് ഈ പദാർത്ഥങ്ങളുടെ, അതായത് ചന്ദനത്തിരി, മുല്ലപ്പൂവ്, പുൽത്തൈലത്തിൻ്റെയൊക്കെ മണം നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഈ സമയത്ത് കാറ്റിൻ്റെ ചലനം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞോ? ഇല്ലല്ലേ, നമുക്ക് കാറ്റ് അടിക്കുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. വായുവിൻ്റെ ചെറിയ ചലനം തിരിച്ചറിയാൻ നമുക്ക് കഴിയുമോ? വായുവിൻ്റെ ചെറിയ ചലനം നമുക്ക് തിരിച്ച് അറിയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ക്ലാസ്സിൽ വെച്ച ആ ചന്ദനത്തിരിയുടെ മണം നമുക്ക് ലഭിച്ചില്ലേ? അതെന്താണ്? വായുവിൻ്റെ ചെറിയൊരു ചലനം മൂലമാണ് നമുക്ക് അതിൻ്റെ സ്മെല്ല് കിട്ടിയത്. ഓക്കെ, വായുവിൻ്റെ ചെറിയ ചലനം പോലും തിരിച്ചറിയാൻ നമുക്ക് ഒരു ഉപകരണം നിർമ്മിച്ചാലോ? അപ്പോൾ വായുവിൻ്റെ ഈ ചെറിയ ചലനം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉപകരണം നിർമ്മിക്കാം. അതിനാവശ്യമായ സാമഗ്രികൾ: പേപ്പർ, കത്രിക, നൂല്. കനം കുറഞ്ഞതും വീതി കുറഞ്ഞതുമായ ഒരു പേപ്പർ 15 സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കാം. ആ പേപ്പർ കഷ്ണം പെൻസിലിൽ ചുരുട്ടിയെടുക്കൂ. ചിത്രത്തിൽ കാണുന്നത് പോലെ പേപ്പറിൻ്റെ ഒരറ്റത്ത് നൂൽ കെട്ടു. ക്ലാസ്സിൽ ഒരിടത്ത് തൂക്കിയിട്ട് നിരീക്ഷിക്കൂ. ഇതുപോലെയുള്ളൊരു പേപ്പറിൽ എന്ത് ചെയ്യുക? വെട്ടിയിട്ട് പെൻസിൽ വെച്ച് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരറ്റത്ത് നൂല് വെച്ച് കെട്ടിയിട്ട് ക്ലാസ്സിൽ തൂക്കിയിടുമ്പോൾ എന്തായിരിക്കും? അതിങ്ങനെ ആടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ? ചെറുതായിട്ട് ഇങ്ങനെ തിരിയുന്നത് കാണാനായിട്ട് പറ്റും. കനം കുറഞ്ഞ പേപ്പറിന് പകരം കനം കൂടിയ കാർഡ്ബോർഡ് കഷ്ണം കെട്ടിത്തൂക്കി നോക്കൂ. എന്താണ് നിരീക്ഷിക്കാൻ കഴിഞ്ഞത്? അത് നമ്മൾ ആദ്യം കനം കുറഞ്ഞ പേപ്പർ കെട്ടിത്തൂക്കിയില്ലേ? അപ്പോൾ ചലിച്ച അത്രത്തോളം വേഗത്തിൽ എന്താണ് ഈ കട്ടി കൂടിയ കാർഡ്ബോർഡ് കഷ്ണം കെട്ടിത്തൂക്കിയപ്പോൾ ചലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലേ? വായുവിൻ്റെ ചലനത്തെക്കുറിച്ച് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനം എന്താണ്? എന്തുകൊണ്ടാണ് വായുവിൻ്റെ ചലനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിൽ വായു എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. ശക്തിയായി ചലിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി നോക്കൂ, വായുവിനെ എങ്ങനെയെല്ലാമാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്? ഇവിടെ തന്നിട്ടുള്ളത് നോക്കൂ. ശ്വസിക്കാൻ, നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് ശ്വസനം അത്യാവശ്യമാണ് അല്ലേ? അത്യന്താപേക്ഷിതമാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാണ്? ഈ അന്തരീക്ഷത്തിലുള്ള വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത് അല്ലേ? ഇനി വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റ് നിറയ്ക്കാൻ. നിങ്ങളുടെ സൈക്കിളിലും ബൈക്കിലെ ടയറിലും എല്ലാം അങ്ങനെ വാഹനങ്ങളുടെ ടയറുകളിലൊക്കെ കാറ്റ് നിറയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? നിങ്ങൾക്കൊക്കെ സൈക്കിൾ ഉണ്ടാവില്ലേ? സൈക്കിളിൽ കാറ്റ് നിറയ്ക്കാറില്ലേ നിങ്ങൾ? പിന്നെ എന്തൊക്കെയാണ് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും? ഊർജം ഉൽപ്പാദിപ്പിക്കാൻ. ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതി അല്ലേ? വൈദ്യുതി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാറ്റാടി മരം കണ്ടിട്ടുണ്ടോ? കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ? ഇനി യന്ത്രങ്ങളെ ചലിപ്പിക്കാൻ. എങ്ങനെയാണ് യന്ത്രങ്ങളെ ചലിപ്പിക്കുന്നത്? വായുവിൽ എന്താണ്? ഓക്സിജൻ ഉണ്ട്. നമ്മുടെ അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ ഉണ്ട്. അതെന്താണ്? ഈ ഓക്സിജൻ ഇന്ധനം കത്താൻ സഹായിക്കുന്നു. അങ്ങനെയാണ് ജനറേറ്റർ യന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. വായുവിലും ജലമോ? ഒരു ദിവസം മീനുവും അനുജനും കൂടി കുടുംബത്തോടൊപ്പം വിനോദയാത്ര പോകുകയായിരുന്നു. വഴിയിൽ വെച്ച് ശക്തമായ മഴ തുടങ്ങി. ബസ്സിനുള്ളിലെ ഗ്ലാസ് ഭാഗത്തേക്ക് വെള്ളത്തുള്ളികൾ കണ്ട മീനു ഡ്രൈവറോട് ചോദിക്കുന്നത് ശ്രദ്ധിക്കൂ. ഗ്ലാസ്സിൽ ഈ വെള്ളത്തുള്ളികൾ എവിടെ നിന്ന് വന്നു? ഗ്ലാസ്സിന് പൊട്ടലുണ്ടോ? അപ്പം ഡ്രൈവർ എന്താ പറയുന്നത്? ഗ്ലാസ്സിന് പൊട്ടലൊന്നുമില്ല, ബസ്സിനുള്ളിലെ വായുവിലെ ജലമാണത്. വായുവിലും ജലമോ? മീനുവിൻ്റെ അനിയന് സംശയമായില്ലേ? മിലന്റെ സംശയം പരിഹരിക്കാനായി ഒരു പരീക്ഷണം ചെയ്താലോ? ആവശ്യമായ സാമഗ്രികൾ: ഒരു ഗ്ലാസ് ടംബ്ലർ, ഐസ് കഷ്ണങ്ങൾ. ഇനിയോ, ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് ഐസ് കഷ്ണങ്ങൾ ഇടൂ. ഗ്ലാസിൻ്റെ പുറം ഭാഗം നിരീക്ഷിക്കൂ. എന്ത് വ്യത്യാസമാണ് കാണുന്നത്? എന്താണ് കണ്ടത്? ഗ്ലാസിൻ്റെ പുറത്ത് വെള്ളത്തുള്ളികൾ കണ്ടു അല്ലേ? ഈ വെള്ളത്തുള്ളികൾ എവിടെ നിന്നാകും വന്നത്?
ആ ബസ്സിനുള്ളിലെ ഈർപ്പത്തിൽ നിന്നാണ് ഈ വെള്ളത്തുള്ളികൾ വന്നത് അല്ലേ. വായുവിലെ ഏത് ഘടകമാകും വെള്ളത്തുള്ളിയായി മാറിയത്? വായുവിലെ ബാഷ്പമാണ് വെള്ളത്തുള്ളിയായി മാറിയത്. വായുവിൽ ജലകണികകൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ, അതാണ് ബാഷ്പങ്ങൾ അല്ലേ. വായുവിലെ ജലകണികകൾ അടങ്ങിയിട്ടുണ്ട്, അതാണ് വെള്ളത്തുള്ളിയായിട്ട് മാറിയത്. നെക്സ്റ്റ് നോക്കൂ, വായുവിനും സ്ഥലം ആവശ്യമോ? വായുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ, അങ്ങനെയെങ്കിൽ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടോ? വിധുവിൻ്റെ സംശയം ദൂരീകരിക്കാൻ ഒരു പരീക്ഷണം ചെയ്താലോ? അപ്പോൾ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. അതിനായിട്ട് ആവശ്യമായ സാമഗ്രികൾ: ബീക്കർ, വെള്ളം, ചെറിയ പ്ലാസ്റ്റിക് പന്ത്, പ്ലാസ്റ്റിക് ടംബ്ലർ. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ബീക്കറിൽ 1/4 ഭാഗത്തോളം വെള്ളം നിറയ്ക്കൂ. വെള്ളത്തിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് പന്ത് വയ്ക്കൂ. പന്തിന് മുകളിൽ ടംബ്ലർ കമഴ്ത്തി അമർത്തി പിടിക്കൂ. പന്തിൻ്റെ സ്ഥാനം നിരീക്ഷിക്കൂ. പന്തിനെ ബീക്കറിൻ്റെ താഴ്ഭാഗത്തേക്ക് തള്ളി നീക്കിയത് എന്താണ്? പന്തിനെ ആദ്യത്തെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ എന്തു ചെയ്യാം? ഊഹം എഴുതൂ, കാരണവും എഴുതണേ. പന്തിനെ താഴ്ഭാഗത്തേക്ക് തള്ളി നീക്കിയത് എന്താണ്? നമ്മൾ ഗ്ലാസ് ടംബർ വെച്ചിട്ടാണല്ലേ ഇതാക്കിയത്. ആ ഗ്ലാസ് ടംബറിലെ വായുവാണ് പന്തിനെ താഴത്തേക്ക് ബീക്കറിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയത്. ഈ പന്തിനെ ആദ്യത്തെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്ലാസ് ടംബർ ഒന്ന് ഉയർത്തി കഴിഞ്ഞാൽ എന്താണ്, പന്ത് മുകളിലേക്ക് വരും. അടിഭാഗത്ത് ദ്വാരമിട്ട ഒരു പ്ലാസ്റ്റിക് ടംബ്ലർ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിച്ചു നോക്കൂ. അപ്പോൾ എന്താണ് നിരീക്ഷിച്ചത്? ആ ഒരു കുമിളകൾ ഇങ്ങനെ പൊന്തുന്നത് കാണാം. എന്താണ് ആ കുമിളകൾ പൊന്താനുള്ള കാരണം? ആ വായു ആണ് കുമിളകളുടെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ പരീക്ഷണത്തിൽ പന്ത് ടംബ്ലറിൻ്റെ താഴ്ഭാഗത്തും രണ്ടാമത്തെ പരീക്ഷണത്തിൽ പന്ത് മുകളിലേക്ക് നീങ്ങിയും കാണാം. കാരണം എന്താകാം? ആദ്യത്തെ പരീക്ഷണത്തിൽ എന്താണ്, നമ്മൾ ടംബ്ലറിലുള്ള വായു, ഗ്ലാസ് ടംബ്ലറിലുള്ള വായു ആണ് പന്തിനെ താഴത്തേക്ക് കൊണ്ടുപോയത് അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഗ്ലാസ് ടംബ്ലറിന് ഒരു ഹോൾ ഇട്ടു അല്ലേ, ദ്വാരം ഇട്ടു. അപ്പോൾ എന്താണ്, ആ ഗ്ലാസ് ടംബ്ലറിൻ്റെ ഉള്ളിലുള്ള വായു എന്താണ്, കുമിളകളുടെ രൂപത്തിൽ പുറത്തേക്ക് പോയി. അതുകൊണ്ടാണ് പന്ത് മുകളിലേക്ക് പൊന്തി വന്നത്. രണ്ടാമത്തെ പരീക്ഷണത്തിൽ നമ്മൾ വരുത്തിയ മാറ്റം എന്താണ്? നമ്മൾ ദ്വാരം ഇട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ എന്താണ്, ഗ്ലാസ്സിനുള്ളിലെ വായു എന്താണ്, പുറത്തേക്ക് കുമിളകളുടെ രൂപത്തിൽ പുറത്തേക്ക് പോയി. അങ്ങനെ ചെയ്തപ്പോൾ പ്ലാസ്റ്റിക് ടംബ്ലറിൽ നിന്നും എന്താണ് പുറത്തേക്ക് വന്നത്? കുമിളകളുടെ രൂപത്തിൽ എന്താണ് പുറത്തേക്ക് പോയത്? വായു ആണ് അല്ലേ. പരീക്ഷണം ചെയ്ത് നിങ്ങളുടെ നിഗമനം എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എന്താണ്, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ ഇതിലൂടെ. ഇനി നോക്കൂ നെക്സ്റ്റ്, അനുവിൻ്റെ ക്ലാസ്സിൽ മറ്റൊരു രീതിയിൽ ഈ പരീക്ഷണം ചെയ്തു നോക്കൂ. ഒരു ഗ്ലാസിൻ്റെ പകുതി ഭാഗം വരെ ഉള്ളിൽ പേപ്പർ ചുരുട്ടി വെച്ച് ഗ്ലാസ് കമിഴ്ത്തി പിടിച്ച് ബക്കറ്റിലെ വെള്ളത്തിൽ താഴ്ത്തു. അയ്യോ, എൻ്റെ പേപ്പർ നനഞ്ഞു. എൻ്റെ പേപ്പർ ഒട്ടും നനഞ്ഞില്ല. എന്താ ചെയ്യേണ്ടത്? ഒരു ഗ്ലാസിൻ്റെ പകുതി ഭാഗം വരെ ഉള്ളിൽ പേപ്പർ നിറച്ചിട്ട് എന്ത് ചെയ്യാണ്, ബക്കറ്റിലെ വെള്ളത്തിലേക്ക് കമിഴ്ത്തി പിടിച്ച് താഴ്ത്താനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്താണ്, ഒരാളുടെ പേപ്പർ നനഞ്ഞു അല്ലേ, ഒരാളുടെ പേപ്പർ എന്താണ്, ഒട്ടും നനഞ്ഞില്ല. അനുവിൻ്റെ പേപ്പർ നനയാനും മിലിയുടെ പേപ്പർ നനയാതിരിക്കാനും കാരണം എന്താകും? അനു എന്താണ്, ഗ്ലാസ് വെള്ളത്തിലേക്ക് താഴ്ത്തിയപ്പോൾ എന്താണ്, ഗ്ലാസ് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു പോയി. ആ ചെരിഞ്ഞതിലേക്ക് എന്താണ്, വായു കയറി. അതുകൊണ്ടാണ് അനുവിൻ്റെ പേപ്പർ നനയാൻ കാരണം. എന്നാൽ മിലിയുടെ പേപ്പർ നനഞ്ഞില്ല. കാരണം എന്താണ്, മിലി ഡയറക്റ്റ് വേഗം എന്ത് ചെയ്തോ, ബക്കറ്റിലേക്ക് താഴ്ത്തിയപ്പോൾ അതിലേക്ക് വായു കയറിയില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കൂ, വായുവിൻ്റെ ആകൃതി. പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ബലൂണുകളിൽ വായു നിറച്ച് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? വായു നിറച്ചപ്പോൾ ബലൂണിൻ്റെ ആകൃതിക്കുണ്ടായ മാറ്റം എന്തെല്ലാം? ഓരോ അക്ഷരത്തിലെയും വായുവിൻ്റെ ആകൃതി ഒരുപോലെയാണോ? വായുവിന് നിശ്ചിത ആകൃതിയുണ്ടോ? നിങ്ങളുടെ കണ്ടെത്തൽ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ എന്താണ്, ബലൂണുകളിൽ വായു നിറച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പം നമ്മളിവിടെ എന്താണ്, ലെറ്റേഴ്സാണല്ലോ എടുത്തിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള അതിലെ എച്ച് എന്താണ്, കാറ്റ് നിറയ്ക്കുമ്പോൾ നമ്മുടെ വായു നിറയ്ക്കുന്നതിന് മുൻപേ ഉള്ള രൂപത്തിലാണോ നിൽക്കുന്നത് വായു നിറച്ചതിന് ശേഷം? അല്ല അല്ലേ. എന്താണ്, അത് നല്ല പെർഫെക്ഷനായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. ഓരോ അക്ഷരത്തിലെയും വായുവിൻ്റെ ആകൃതി ഒരുപോലെയാണോ? അല്ല അല്ലേ. എങ്ങനെയാണ് അത്? എച്ചിൽ എങ്ങനെയാണോ വായു നിൽക്കുന്നത്, എച്ചിൻ്റെ ആകൃതിക്കാണ് വായു നിൽക്കുന്നത്. അതുപോലെ എയുടെ ഷേപ്പിനനുസരിച്ചിട്ടാണ് എന്ത്, വായു നിൽക്കുന്നത്. പിയിൽ എന്താണ്, പിയുടെ ആകൃതിക്കനുസരിച്ചാണ് വായു നിൽക്കുന്നത്. അങ്ങനെ ഓരോ അക്ഷരങ്ങളുടെയും ആകൃതിക്കനുസരിച്ചിട്ടാണ് വായു അവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്താണ്, വായുവിന് നിശ്ചിത ആകൃതിയുണ്ടോ? ഇല്ല അല്ലേ. അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ച് അല്ലേ. അതിപ്പോൾ എച്ചിൻ്റെ ഉള്ളിലാണ് വായു നിൽക്കുന്നതെങ്കിൽ അത് എച്ചിൻ്റെ ആകൃതിയായിട്ടും എയുടെ
എയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ എയുടെ ആകൃതിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്താണ് വായുവിന് നിശ്ചിത ആകൃതിയില്ല എന്ന് മനസ്സിലായില്ലേ. ഇനി നോക്കൂ നെക്സ്റ്റ്, വായുവിന് ഭാരമുണ്ടോ? ചിത്രത്തിലെ സംഭാഷണം ശ്രദ്ധിക്കൂ. നമുക്ക് ചുറ്റും വായുവുണ്ട്, വായുവിന് ഭാരമില്ല. അപ്പം മറ്റേ കുട്ടി എന്താ പറയുന്നത്? വായുവിന് ഭാരമുണ്ട്. ആരുടെ അഭിപ്രായത്തോടാണ് നിങ്ങൾ യോജിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ഇനി നിങ്ങൾക്ക് അറിയില്ല വായുവിന് ഭാരമുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്താണ്, ആ വായുവിന് ഭാരമുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്ക് ഈ അഭിപ്രായത്തിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, എന്താണ് പരീക്ഷണം നമുക്ക് നോക്കാം. അതിനായി ആവശ്യമുള്ള സാമഗ്രികൾ: 2 ബലൂണുകൾ, ഒരു ചെറിയ കമ്പ്, നൂല്. 2 ബലൂണുകൾ വീർപ്പിച്ച് വായ്ഭാഗം കെട്ടിവെക്കുക. 2 ബലൂണുകളെയും നീളമുള്ള വണ്ണം കുറഞ്ഞതുമായ ഒരു കമ്പിൻ്റെ 2 അറ്റങ്ങളിലായി കെട്ടി ഉറപ്പിക്കുക. കമ്പിൽ നൂൽ കെട്ടി ബലൂണുകളെ തുലനം ചെയ്ത് നിർത്തുക. ഒരു ബലൂണിലെ കാറ്റ് മാത്രം സൂചി കൊണ്ട് കുത്തി പുറത്ത് കളയുക. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ നിരീക്ഷിച്ച കാര്യങ്ങൾ പരീക്ഷണക്കുറിപ്പായി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. പരീക്ഷണക്കുറിപ്പിൻ്റെ ഘടന പാലിക്കണേ. എങ്ങനെയാണ് ഒരു പരീക്ഷണക്കുറിപ്പ് എഴുതുക എന്നുള്ളതിൻ്റെ ഒരു ഘടന ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം? പരീക്ഷണത്തിൻ്റെ പേര്, ലക്ഷ്യം, സാമഗ്രികൾ, പ്രവർത്തനക്രമം, നിരീക്ഷണ ഫലം, നിഗമനം. ഇങ്ങനെയാണ് ഒരു പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ പരീക്ഷണക്കുറിപ്പൊന്ന് നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിനാദ്യമായിട്ട് എന്താണ് പരീക്ഷണത്തിൻ്റെ പേര്? വായുവിന് ഭാരമുണ്ടോ? ലക്ഷ്യം: വായുവിന് ഭാരമുണ്ടോ എന്ന് തെളിയിക്കുക. സാമഗ്രികൾ: 2 ബലൂണുകൾ, നൂൽ, ഒരു ചെറിയ കമ്പ്, സൂചി. പ്രവർത്തനക്രമം: 2 ബലൂണുകൾ വീർപ്പിച്ച് വായ്ഭാഗം കെട്ടിവെക്കുക. 2 ബലൂണുകളെയും നീളമുള്ളതും വണ്ണം കുറഞ്ഞതുമായ ഒരു കമ്പിൻ്റെ 2 അറ്റങ്ങളിലായി കെട്ടിയുറപ്പിക്കുക. കമ്പിൽ നൂൽ കെട്ടി ബലൂണുകളെ തുലനം ചെയ്ത് നിർത്തുക. ശേഷം ഒരു ബലൂണിലെ മാത്രം കാറ്റ് സൂചി കൊണ്ട് കുത്തുക. ഇനി നിരീക്ഷണ ഫലം: സൂചി കൊണ്ട് കുത്തിയ ബലൂൺ കെട്ടിയ ഭാഗം മുകളിലേക്ക് ഉയരുകയും മറ്റേ ബലൂൺ കെട്ടിയ ഭാഗം താഴേക്ക് വരികയും ചെയ്തു. നിഗമനം എന്താണ്? വായുവിൻ്റെ ഭാരം കാരണം വായു നിറച്ച ബലൂണിൻ്റെ ഭാഗം താഴേക്ക് വന്നു. ഇതിൽ നിന്ന് വായുവിന് ഭാരമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, മറ്റൊരു പരീക്ഷണം കൂടി ചെയ്താലോ? ഒരു സൈക്കിൾ ട്യൂബിൽ കാറ്റ് നിറയ്ക്കുന്നതിന് മുൻപും നിറച്ചതിന് ശേഷവും ഭാരം പരിശോധിച്ചു നോക്കൂ. എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? എന്താകാം കാരണം? സൈക്കിൾ ട്യൂബിൻ്റെ കാറ്റ് നിറയ്ക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? തീരെ ഭാരം ഉണ്ടായിരുന്നില്ല അല്ലേ? എന്നാൽ കാറ്റ് നിറച്ചപ്പോൾ നല്ല ഭാരം ഉണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? വായുവിന് ഭാരമുണ്ട്. അപ്പോൾ ഈ 2 പരീക്ഷണം ചെയ്ത് നോക്കിയതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലായത്? വായുവിന് ഭാരമുണ്ട്. അപ്പോൾ നേരത്തെ 2 പേർക്കൊരു സംശയം ഉണ്ടായിരുന്നില്ലേ? 2 അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടൂല്ലേ? എന്താണ്? വായുവിന് ഭാരമില്ല എന്നും വായുവിന് ഭാരമുണ്ട് എന്ന് പറയുന്ന 2 അഭിപ്രായങ്ങൾ കേട്ടൂല്ലേ? അപ്പോൾ ഏതാണ് ശരിയായ അഭിപ്രായം എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ്? വായുവിന് ഭാരമുണ്ട്. ഇനി മക്കളെ പേജ് നമ്പർ 100 നോക്കൂ. വായുവിൻ്റെ ശക്തി. വായുവിൻ്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. ആവശ്യമായ സാമഗ്രികൾ: മേസൽ പൈപ്പ്, ഒരു ഒഴിഞ്ഞ പാൽ കവറ്, പുസ്തകങ്ങൾ, നൂൽ. ഇതൊക്കെയാണ് എക്സ്പെരിമെൻ്റ് പരീക്ഷണത്തിന് വേണ്ട സാമഗ്രികൾ. ചെറിയ ദ്വാരമുള്ള ഒരു ഒഴിഞ്ഞ പാൽ കവറിലേക്ക് മേസൽ പൈപ്പ് തിരുകി വെച്ച് നൂൽ കൊണ്ട് കെട്ടുക. കവറിന് മുകളിൽ ഒരു പുസ്തകം വയ്ക്കുക. മേസൽ പൈപ്പിലൂടെ ഊതുക. എന്താണ് നിങ്ങൾ നിരീക്ഷിച്ചത്? പുസ്തകങ്ങളുടെ എണ്ണം കൂട്ടി നമുക്ക് പ്രവർത്തനം തുടരാം. എത്ര പുസ്തകം ഉയർത്താൻ കഴിയും? നിങ്ങളുടെ ഊഹം എഴുതൂ. എങ്ങനെയാണ്? മേസൽ പൈപ്പിലൂടെ ഊതുമ്പോൾ എന്താണ്? ആ മേസൽ പൈപ്പ് എന്താണ്? വീർത്തുല്ലേ? കവർ ഇങ്ങനെ വീർത്ത് വരും. അപ്പോൾ എന്താണ്? പുസ്തകം എന്താണ്? ഉയരും അല്ലേ? പുസ്തകം ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്ന പുസ്തകം എന്താണ്? ഉയരും അല്ലേ? പുസ്തകങ്ങളുടെ എണ്ണം കൂട്ടി നമുക്ക് പ്രവർത്തനം തുടരാം. അപ്പോൾ 2 പുസ്തകം വയ്ക്കുക, എന്നിട്ട് ഊതി നോക്കുക. 3 പുസ്തകം വയ്ക്കുക, ഊതി നോക്കുക. ഓക്കെ, അങ്ങനെ എത്ര പുസ്തകം ഉയർത്താൻ കഴിയും എന്നുള്ളത് നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കുക. കൂടുതൽ പുസ്തകങ്ങൾ വെച്ച് മേസൻ പൈപ്പിലൂടെ ശക്തിയായി ഊതുക. നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? ഒരുപാട് പുസ്തകങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ കവറിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് അല്ലേ? അതിൽ ഒരു നിശ്ചിത വായുവേ കൊള്ളുള്ളൂ. ആ വായുവിൻ്റെ ഭാരത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങളെ അതിന് പൊക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്ന നിഗമനം എന്ത്? വായുവിന് ശക്തി ഉണ്ടല്ലേ? ശക്തിയുള്ളത് കൊണ്ടാണ് ആ പുസ്തകങ്ങൾ പൊങ്ങുന്നത് അല്ലേ? ഇനി പരീക്ഷണം ചെയ്ത നിഗമനം എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എന്താണ് നിഗമനം? ഈ കവറ് വീർക്കുമ്പോൾ, പാൽ കവറ് വീർക്കുമ്പോൾ എന്താണ്? കവറിനുള്ളിലെ വായുമർദ്ദം വർദ്ധിക്കുകയാണ്. ഈ മർദ്ദം പുസ്തകങ്ങളെ
മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. വായു ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വായു ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അറിയില്ല അല്ലേ? വായുവിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത് എന്താണ്? വാതകാവസ്ഥയാണ്. ഓക്കെ, വായു വാതകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ 3 അവസ്ഥകൾ മനസ്സിലാക്കിയല്ലോ. ഏതൊക്കെയായിരുന്നു? ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, അതുപോലെ വാതകാവസ്ഥ. ഓക്കെ, പാർക്കിലും ബീച്ചിലും ഉയർന്നു പൊങ്ങുന്ന ബലൂണിൽ നിറയ്ക്കുന്ന ഒരു വാതകമാണ്. ഏതാണെന്ന് കണ്ടെത്തൂ. ഏതാണ്? ഹൈഡ്രജൻ ബലൂണുകളാണ് അല്ലേ? നന്നായിട്ട് ഉയരത്തിൽ പൊങ്ങി പറക്കുന്നത് ഏതാണ്? ഹൈഡ്രജൻ ബലൂണുകളാണ്. ഓക്കെ, വാതകങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഇനി നോക്കൂ, നമ്മൾ നേരത്തെ ഇതുപോലുള്ളൊരു പദസൂര്യൻ തയ്യാറാക്കിയില്ലേ? എന്തിൻ്റെ ആയിരുന്നു? ദ്രാവകത്തിൻ്റെ ആയിരുന്നു അല്ലേ? അതുപോലെ ഇനിയും വാതകത്തിൻ്റെതാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്. എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? നിശ്ചിത ആകൃതിയില്ല. ഇനി നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാനായിട്ട് പറ്റും? ഭാരം ഉണ്ട്. ഇനി സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. പിന്നെയോ സ്വന്തമായി ചലിക്കാൻ കഴിയുന്നു. ഇതൊക്കെയാണ് വാതകത്തിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിലുള്ള വസ്തുക്കൾ പരിചയപ്പെട്ടല്ലോ. അവയുടെ പ്രത്യേകതകൾ അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കുക. ഇപ്പം നമ്മൾ ഖരം എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്തായിരുന്നു? നിശ്ചിത ആകൃതിയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഖരവസ്തുക്കൾ എന്ന് പറയുന്നത്. ദ്രാവകം എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചിത ആകൃതി ഇല്ലാത്ത വസ്തുക്കളിലെ ഒഴുകി നടക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ദ്രാവകം എന്ന് പറയുന്നത്. പട്ടിക നോക്കൂ, സവിശേഷത ഉണ്ട് അല്ലേ? ഖരത്തിന്റെയും ദ്രാവകത്തിന്റെയും വാതകത്തിന്റെയും സവിശേഷതകൾ അടയാളപ്പെടുത്താനുള്ള പട്ടികയാണ്. ആകൃതി, ഖരത്തിന് എന്താണ്? ആകൃതി ഉണ്ട് അല്ലേ? ദ്രാവകത്തിന് ആകൃതി ഉണ്ടോ? ഇല്ല. വായുവിന് ആകൃതി ഉണ്ടോ? ഇല്ല അല്ലേ? ഇനി ഭാരം, ഖരത്തിന് ഭാരമുണ്ട്, ദ്രാവകത്തിന് ഭാരമുണ്ട്, വാതകത്തിനും ഭാരമുണ്ട്. ഇനി സ്ഥിതി ചെയ്യാനിടം, ഖരത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, ദ്രാവകത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, വാതകത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. പല രൂപത്തിൽ. ഐസും വെള്ളവും ഒരേ പദാർത്ഥമാണല്ലോ. ഐസ് എനിക്ക് കയ്യിൽ പിടിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ വെള്ളം എനിക്ക് കയ്യിൽ പിടിക്കാൻ കഴിയുന്നില്ല. എന്തായിരിക്കും കാരണം? അനുവിൻ്റെ സംശയം ശ്രദ്ധിക്കൂ. നിങ്ങളുടെ മറുപടി എന്താണ്? ഐസ് കഷ്ണം നമുക്ക് കയ്യിൽ പിടിക്കാനായിട്ട് പറ്റും, എന്നാൽ എന്താണ്? വെള്ളം നമുക്ക് കയ്യിൽ പിടിക്കാനായിട്ട് പറ്റില്ല അല്ലേ? ഒരു ഐസ് കഷ്ണം ഒരു പാത്രത്തിൽ എടുത്തു വെക്കൂ. കുറച്ചു നേരം കഴിഞ്ഞ് നിരീക്ഷിക്കൂ. എന്ത് മാറ്റമാണ് കണ്ടത്? നിരീക്ഷണം എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ഒരു ഐസ് കഷ്ണം പാത്രത്തിൽ വെച്ച് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ പോയി നോക്കിയാൽ എന്താണ്? അത് വെള്ളമായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ? ഇനി നോക്കൂ, ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഓരോ ചിത്രത്തിലും കാണുന്നത് എന്ത്? അത് ഏതവസ്ഥയിലാണുള്ളത്? 3 ചിത്രം തന്നിട്ടുണ്ടല്ലേ? ആദ്യം ഐസായി, പിന്നെ അത് വെള്ളമാകുകയാണ്, പിന്നെ അതെന്താണ്? ആവി പോകുന്നുണ്ടല്ലേ? നീരാവി പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഐസ് എന്താണ്? ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഖരമാണ്. പിന്നെ വെള്ളം, ദ്രാവകം, പിന്നെ എന്താണ്? നീരാവി, എന്താണ്? വാതകം. ഐസ്, വെള്ളം, നീരാവി എന്ന് പറഞ്ഞാൽ ബാഷ്പം അല്ലേ? എന്നിവ ഒരേ വസ്തുവിന്റെ 3 അവസ്ഥകളാണ്. ഏതാണ് ആ വസ്തു? വെള്ളത്തിന്റെ 3 അവസ്ഥകളാണ് ഐസ്, വെള്ളം, നീരാവി. അപ്പൊ എന്താണ്? വെള്ളത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ നിലനിൽക്കാനായിട്ട് പറ്റും. ഓക്കെ, വെള്ളത്തിനെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയുമോ? ചിത്രത്തിൽ കാണുന്നത് പോലെ ബീക്കറിൽ ഐസ് എടുത്ത് ചൂടാക്കി നോക്കൂ. എന്ത് മാറ്റമാണ് കാണുന്നത്? എന്താണ്? അത് വെള്ളമായിട്ട് മാറൂല്ലേ? ഐസ് ചൂടാക്കുമ്പോൾ അത് വെള്ളമായിട്ട് മാറും. വീണ്ടും ചൂടാക്കിയാലോ? അത് നീരാവിയായിട്ട് മാറൂലേ? നീരാവിയെ വീണ്ടും ഐസാക്കി മാറ്റാൻ കഴിയുമോ? അങ്ങനെ നീരാവിയെ ഐസാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യേണ്ടി വരും? താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കൂ. ഐസ് ചൂടാക്കുന്നു, വെള്ളമാവുന്നു. വെള്ളം ചൂടാക്കുന്നു, നീരാവിയാവുന്നു അല്ലേ? ഇനി നീരാവി തണുപ്പിക്കുന്നു, വെള്ളമാവുന്നു. വെള്ളം വീണ്ടും തണുപ്പിക്കുന്നു, ഐസാകുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. മറ്റൊരു ദ്രാവകമാണല്ലോ വെളിച്ചെണ്ണ. ഇതിനെയും 3 അവസ്ഥകളിലേക്ക് മാറ്റാൻ കഴിയുമോ? ചൂടാക്കുമ്പോൾ അവസ്ഥ മാറുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതൂ. വെള്ളത്തിനെ പോലെ മറ്റൊരു ദ്രാവകമാണ് വെളിച്ചെണ്ണ അല്ലേ? അതിനെ 3 അവസ്ഥകളിലേക്ക് മാറ്റാൻ കഴിയോ? ഇല്ല അല്ലേ? ചൂടാക്കുമ്പോൾ അവസ്ഥ മാറുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതൂ. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? നെയ്യില്ലേ, ഗീയില്ലേ. ഇനി നമുക്ക് വേറെ ഏതൊക്കെ എഴുതി കൊടുക്കാം? വെണ്ണ, മെഴുക്. ഇതൊക്കെ എന്താണ്? ചൂടാക്കുമ്പോൾ അവസ്ഥ മാറുന്ന വസ്തുക്കളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? മെർക്കുറി. ലോഹങ്ങളെല്ലാം പൊതുവായി ഖരാവസ്ഥയിലാണല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ളത്.
എന്നാൽ സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് മെർക്കുറി അഥവാ രസം. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങൾ പനിയൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തെർമോമീറ്റർ വെക്കാറില്ലേ? അതെന്താണ്? നമ്മുടെ ശരീരത്തിലെ താപനില അളക്കാൻ വേണ്ടിയിട്ടാണല്ലേ. ആ സ്കെയിലിനുള്ളിലെ ദ്രാവകമാണ് എന്ത്? മെർക്കുറി. നെക്സ്റ്റ് നോക്കൂ, ഒരേ വേഗത്തിലോ? നനഞ്ഞ തുണികൾ കുറച്ചു കഴിഞ്ഞ് ഉണങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തുണിയിലെ വെള്ളത്തിന് എന്ത് സംഭവിച്ചു? എന്താണ് കാരണം? എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എങ്ങനെയാണ്? നമ്മൾ അലക്കിയിടുമ്പോൾ എന്താണ്? കാറ്റുണ്ടാവും, അതുപോലെ വെയിലുണ്ടാവില്ലേ, വെയിലടിച്ച് സൂര്യപ്രകാശം തട്ടൂലേ, നമ്മുടെ വസ്ത്രത്തിലേക്ക് കാറ്റുണ്ടാവും. ചൂടൊക്കെ തട്ടുമ്പോൾ എന്താണ്? ഈ വെള്ളം നീരാവിയായി പോയിട്ടാണ് നമ്മുടെ വസ്ത്രം നമുക്ക് ഉണങ്ങി കിട്ടുന്നത്. ഓക്കെ, എന്താണ്? കാറ്റും അതുപോലെ ചൂടും തട്ടുമ്പോൾ എന്താണ്? നമ്മുടെ വസ്ത്രത്തിലുള്ള വെള്ളം നീരാവിയായി പോയിട്ടാണ് നമ്മളെ വസ്ത്രം ഉണങ്ങി കിട്ടുന്നത്. നോക്കൂ, എല്ലാ ദ്രാവകങ്ങളും ബാഷ്പമായി മാറുമോ? മാറും അല്ലേ. ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഓക്കെ, എന്താണ്? ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്നത് ഒരേ വേഗത്തിലാണോ? അല്ല അല്ലേ. നിങ്ങൾക്കറിയാവുന്ന ദ്രാവകങ്ങളുടെ ബാഷ്പീകരണ വേഗതയിലെ വ്യത്യാസം ഒരു ലഘു പ്രൊജക്റ്റിലൂടെ കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. പാൽ, വെളിച്ചെണ്ണ, വെള്ളം, സാനിറ്റൈസർ എന്നീ ദ്രാവകങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. എല്ലാ ദ്രാവകങ്ങളും ഫില്ലർ ഉപയോഗിച്ച് 5 തുള്ളി വീതം ഒരേ തരം പാത്രത്തിലെടുത്ത് ഒരേ സ്ഥലത്ത് തുറന്നു വെച്ച് നിരീക്ഷിക്കണേ. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ പൊതുവെ ഖരം, സോളിഡ്, ദ്രാവകം, ലിക്വിഡ്, വാതകം, ഗ്യാസ് എന്നീ 3 അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിച്ചത്? അതാണല്ലേ നമ്മുടെ ചുറ്റിലും എന്താണ്? ഖരവസ്തുക്കളുണ്ട്, ദ്രാവകങ്ങളുണ്ട്, അതുപോലെ വാതകങ്ങളും ഉണ്ട്. ഒരു വസ്തു തന്നെ ഒന്നിൽ കൂടുതൽ അവസ്ഥകളിലും കാണപ്പെടുന്നു. വ്യത്യസ്ത അവസ്ഥകളിലുള്ള വസ്തുക്കൾ പൊതുവായ ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ഈ പ്രത്യേകതകളെന്ന് കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എന്താണ്? ഒരു വസ്തു തന്നെ ഒന്നിൽ കൂടുതൽ അവസ്ഥകളിൽ കാണപ്പെടുന്നു. വ്യത്യസ്ത അവസ്ഥകളിലുള്ള വസ്തുക്കൾക്ക് പൊതുവായ ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് അവ എന്നുള്ളത് നമുക്ക് എഴുതി നോക്കാം. എന്താണ്? അതിന് ഭാരമുണ്ട്. പിന്നെന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. നോക്കൂ, വർക്കുകളാണ്. വിലയിരുത്താം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഒരു ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിനുള്ളിൽ ചെറിയ മെഴുകുതിരി കത്തിച്ചു വയ്ക്കൂ. അതിനെ ഒരു പാത്രത്തിലെ വെള്ളത്തിനടിയിൽ കത്തിച്ച് നിർത്താമോ? പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ പരീക്ഷണക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കേണ്ട, അതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയില്ലേ. ഇനി നമുക്ക് പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാം. പരീക്ഷണത്തിൻ്റെ പേര് വെള്ളത്തിനടിയിലെ മെഴുകുതിരി. ലക്ഷ്യം: കത്തുന്ന മെഴുകുതിരി ഒരു പാത്രത്തിൽ വെള്ളത്തിനടിയിൽ വയ്ക്കുക. സാമഗ്രികൾ: മെഴുകുതിരി, ഒരു ബോൾ ഐസ്ക്രീം കപ്പിൻ്റെ മൂടി, പാത്രം, വെള്ളം, തീപ്പെട്ടി. പ്രവർത്തനക്രമം: ഒരു ബോൾ ഐസ്ക്രീം കപ്പിൻ്റെ മൂടിയിൽ മെഴുകുതിരി ഉറപ്പിച്ച് കത്തിക്കുക. ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. ശേഷം കത്തിച്ചു വെച്ച മെഴുകുതിരി മൂടിയോടുകൂടി വെള്ളത്തിൽ മുക്കുക. നിരീക്ഷണ ഫലം: ഐസ്ക്രീം കപ്പിൻ്റെ മൂടിക്കുള്ളിൽ വെള്ളം കയറുന്നു. മെഴുകുതിരി കുറച്ചു നേരം കത്തിയ ശേഷം അണയുകയാണ് ചെയ്യുന്നത്. നിഗമനം: മൂടിക്കുള്ളിലെ വായു പുറത്തു പോയതിനാൽ അവിടേക്ക് വെള്ളം കയറുകയാണ് ചെയ്തത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. താഴെ തന്നിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കൂ. വസ്തുക്കൾ തന്നിട്ടുണ്ട്. ഖരം, ദ്രാവകം, വാതകം തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ എന്താണ് പ്രത്യേകതകൾ അവിടെ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. എന്താണ് ഖരത്തിൻ്റെത്? ആകൃതിയുണ്ട്. ഇനി ദ്രാവകം ആകൃതിയില്ല, വാതകം ആകൃതിയില്ല. ഇനി നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ഭാരമുണ്ട്, ഖരം. ദ്രാവകം ഭാരമുണ്ട്, വാതകം ഭാരമുണ്ട്. ഇനി ഖരം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, ദ്രാവകം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, വാതകം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഖരം, ദ്രാവകം, വാതകം എന്നിവയുടെ ആശയപടം തയ്യാറാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ വർക്ക് നോക്കൂ. നിങ്ങളുടെ പരിസരത്തുള്ള വ്യത്യസ്ത വസ്തുക്കൾ നിരീക്ഷിച്ച് പ്രത്യേകതകൾ മനസ്സിലാക്കൂ. അവയെ ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ. അപ്പം എന്ത് ചെയ്യാം? നിങ്ങളെ സ്കൂളിലാവട്ടെ വീട്ടിലാവട്ടെ നിങ്ങളിങ്ങനെ ചുറ്റുള്ള സാധനങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് നമ്മളിപ്പോൾ ഖരം എന്താണ്, ദ്രാവകം എന്താണ്, വാതകം എന്താണെന്ന് മനസ്സിലാക്കിയില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു പട്ടിക തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഖരം, ദ്രാവകം, വാതകം എന്നീ വസ്തുക്കൾ
കണ്ടെത്തി ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. നമുക്കിവിടെ ചെറിയൊരു പട്ടിക തയ്യാറാക്കി നോക്കാം. ഏതൊക്കെ വസ്തുക്കളാണ് ഖരം, ദ്രാവകം, വാതകം എന്നീ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നവ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഖരത്തിൽ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? കല്ല്, കസേര, പെൻസിൽ, പുസ്തകം, പാത്രം, ഐസ്, ചെരുപ്പ്, ബോക്സ്, സ്കെയില്, ഇതൊക്കെ എന്താണ്? ഖരവസ്തുക്കളാണ്. ഇനി ദ്രാവക വസ്തുക്കൾ വെള്ളം, പാൽ, ജ്യൂസ്, എണ്ണ, രക്തം, പെട്രോൾ, തേൻ, വെളിച്ചെണ്ണ, മണ്ണെണ്ണ. ഇനി വാതകങ്ങൾ ഏതൊക്കെയാണ്? വായു, അല്ലേ? നീരാവി, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ എന്താണ്? വാതകങ്ങളാണ്. ഇതുപോലെ ഒരുപാട് വാതകങ്ങളുണ്ട്. അതേക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾ വരും ക്ലാസ്സുകളിൽ മനസ്സിലാക്കും. ഇപ്പോൾ നിങ്ങൾ ഓക്സിജനും ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലേ? അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതൊക്കെ എന്താണ്? വാതകങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 5ാമത്തെ യൂണിറ്റായ പല രൂപത്തിൽ നമുക്ക് ചുറ്റും എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ എന്താണ്? നമ്മൾ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ മനസ്സിലാക്കിയില്ലേ? ഇതിലുള്ള ഓരോ വസ്തുക്കൾ നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഖരം, അല്ലേ? നിശ്ചിതാകൃതിയുള്ള വസ്തുക്കളാണ് ഖരവസ്തുക്കൾ. അതുപോലെ ദ്രാവകം എന്താണ്, വാതകം എന്താണ്, അതിന് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഒരുപാട് പരീക്ഷണങ്ങളും നമ്മൾ ഇതിലൂടെ ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു നിഗമനം നമ്മൾ കണ്ടെത്തിയില്ലേ? അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത ചാപ്റ്ററിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറക്കാതെ കാണുന്നതിനായിട്ട് എന്ത് ചെയ്യുക? ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.